ഇതുപോലുള്ള മീനുകളെ പിടിക്കാൻ ഈ മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. നമ്മുടെ മൈദയും നമ്മുടെ കാലിത്തീറ്റയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്ടിയും കൂടെ ഉപയോഗിച്ച് ഉണ്ടാക്കിയെടുത്തൊരു മീനിൻ്റെ ഒരു ഫീഡാണ്. ഇതിട്ടാണ് നമ്മുടെ നല്ല കട്ട്ള, രോഹു പോലുള്ള കാർപ്പിനത്തിൽപ്പെട്ട മീനുകളെ പിടിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പൈഡർ ഹുക്കിട്ട് പിടിക്കാൻ വേണ്ടിയാണ് ഇതിന് മാത്രം പുഷ്ടി നമ്മൾ കുഴച്ചിരിക്കുന്നത്. ഇതൊന്നും അല്ല കേട്ടോ, ഇത് കൂടുതൽ നമ്മൾ സാധാരണ കുഴയ്ക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ കാസ്റ്റ് ചെയ്തിട്ടിരിക്കുകയാണ്, മീൻ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ സ്പൈഡർ ഹുക്ക് ഉപയോഗിക്കുന്ന അങ്ങനെ ഒന്ന് കാണണ്ടേ, നമുക്ക് എന്തായാലും ഒന്ന് കാണാം. അതുപോലെ കിട്ടി മീനും ഉണ്ട്, ആ മീനും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. ഈ കാണുന്ന ഐറ്റമാണ് കേട്ടോ നമ്മുടെ സ്പൈഡർ ഹുക്ക് എന്ന് പറയുന്ന ഐറ്റം. അപ്പോൾ ഒരു സ്പ്രിങ്ങും കുറച്ച് ഇത് കണ്ടോ, ഇവിടെ കുറച്ച് ഹുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള സംഭവങ്ങളും എല്ലാം കൂടെ വന്നിട്ടുള്ളൊരു ഐറ്റമാണ് നമ്മുടെ സ്പൈഡർ ഹുക്ക്. അപ്പോൾ ഈ സ്പ്രിങ്ങിനകത്ത് മൊത്തം നമ്മൾ ഫീഡ് നിറച്ചതിന് ശേഷം സ്പ്രിങ്ങിൻ്റെ പുറത്തും, അതായത് ഇവിടെ നമ്മൾ ഇതുപോലെ ഫീഡ് പൊതി, ഇതുപോലെ ഇങ്ങനെ ഫീഡ് പൊതിഞ്ഞതിന് ശേഷം ഈ ഹുക്കുകളെല്ലാം ഇതിലിങ്ങനെ ഒളിപ്പിച്ച് വെക്കും. എന്നിട്ട് ഇതൊരു ബോൾ പോലെ പിടിച്ചെടുക്കും. എന്നിട്ടാണ് ഇത് കാസ്റ്റ് ചെയ്ത് തരുന്നത്. അപ്പോൾ ഈ മീൻ ഇതിൽ കൊത്തി പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു ഹുക്ക് ഉടക്കും. അങ്ങനെയാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ബോൾ പോലെ പിടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ. അടിപൊളി കട്ടള കണ്ടോ, രോഹു പോലുള്ള മീനുകളെ പിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ 2 രോഹു കിട്ടിയിട്ടുണ്ട്. ആ 2 രോഹുവാണ് ഈ കിടക്കുന്നത്.